ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിബഡി ഇൻസൈഡ്? 1 second സർ. പേടിക്കാനില്ല, ക്യൂർ ആയിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് വന്നാൽ മതി. ശരി സർ. വണക്കം. വാ, ജസ്റ്റ് 5 minutes. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളാരാ? അങ്ങേരോ? ആ ബ്രൗൺ ഷർട്ട് ഇട്ട് കുറ്റിത്താടി വളർത്തിയ ആള്. മാധുകുട്ടി അറിയില്ലേ? അറിയുമോന്നു. നിന്നോടമ്മ എന്ത് മെരിട്ടും പറഞ്ഞാ ഇപ്പൊ പറ്റി കൂടിയിരിക്കുന്നത്? ചിലപ്പോ വരികയുമില്ല. വരുമ്പോ എന്തെങ്കിലും നുണകൾ പറഞ്ഞവൻ രക്ഷപ്പെടും. ഇതുവരെ മറ്റൊരാളും കാണിക്കാത്ത വിട്ടുവീഴ്ച ഞാൻ അവനോട് കാണിച്ചു. ആക്ച്വലി ഹി വാസ് ബിഫൂളിങ് മീ. 2 ദിവസം മുമ്പ് ഭാര്യയ്ക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞ് ലീവ് എടുത്തു പോയി. ആ മനുഷ്യൻ അന്ന് ഞാൻ കാണുന്നത് കുറെ പീറ പിള്ളേരുമായി ബീച്ചിൽ പാട്ടും പാടി പട്ടം പറപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ്. നീ പറയാറുണ്ടല്ലോ എല്ലാറ്റിലും കുറെ വിട്ടുവീഴ്ചകളൊക്കെ കാണിക്കണമെന്ന്. ഞാൻ വിട്ടയായത് കണ്ടില്ലേ? നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ അവനെ ഡിസ്മിസ് ചെയ്തു. യൂസ്ലെസ്. പറഞ്ഞു കഴിഞ്ഞു. അതെന്താ അങ്ങനെ? അല്ല, ഇനി എനിക്കല്പം പറയാനുണ്ട്. നീ അതൊന്ന് കേൾക്ക്. നീ അയാളെ ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അയാളുടെ ഡിസ്മിസിൽ ഓർഡർ എന്നേ വന്ന് കിടക്കുന്നതാ. നിമിഷം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാരോഗിയാണ് അയാൾ. He will die any moment. You know that? മെഡിക്കൽ സയൻസിന് പോലും അജ്ഞാതമായ ഏതോ അത്ഭുതം കൊണ്ടാണ് അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ചികിത്സിച്ചിട്ട് ഫലമില്ലാത്ത രോഗികളെ സാധാരണ ഡോക്ടർമാർ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചുവിടും. പക്ഷേ ഇയാളുടെ കാര്യം നേരെ മറിച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് അയാൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചിട്ട് പോകും. താൻ മരിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുന്നെന്ന് തോന്നുന്നു. ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗത്തിന് വേണ്ടി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുടെ ധർമ്മം കിടക്കും. നിനക്കറിയോ മാധവൻകുട്ടി? മനുഷ്യനെയും ജീവിതത്തെയും കുറിച്ചുള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും ശരിയാകണമെന്നില്ല. നീ വിചാരിച്ചിരിക്കുന്നത് നീയും നിന്റെ ഓഫീസും നിന്റെ സ്റ്റാറ്റസും